ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ നിങ്ങൾ ചർച്ച ശ്രദ്ധിച്ച് കാണുമല്ലോ, 2-3 സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദേശീയപാത, നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. ആ ഡ്രീം പ്രോജക്റ്റിലാണ് വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വലിയ അപകടങ്ങൾ ഈ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിലേക്ക് ഓടി വന്ന ഒരു ദേശീയ പാതയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. നിർഭാഗ്യകരം എന്ന് മന്ത്രി പറഞ്ഞത് മാത്രമല്ല, വലിയ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇതിനുണ്ടാക്കാൻ കഴിയും. കൂടുതൽ ശ്രദ്ധ ചെലുത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും ഇന്ത്യ നടപടിയെടുക്കുന്നു. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായ പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിനെതിരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അച്യുതൻ, എന്താണ് ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണമായി പറയുന്നത്? ഈ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെതിരെ ഇത് രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ ഈ ശക്തമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ഇന്ത്യ പറഞ്ഞുവിടുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത രീതിയിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അവരുടെ പദവി ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഹൈക്കമ്മീഷൻ ഉറപ്പുവരുത്തണം എന്നാണ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യ പല കാര്യങ്ങളും രാജ്യം നിരീക്ഷിച്ചു വരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ താല്പര്യത്തിനെതിരായി അല്ലെങ്കിൽ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ഇപ്പോൾ ഇന്ത്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. താങ്ക് യു. രാജ്യാന്തര തലത്തിൽ പാക് ഭീകരത തുറന്നുകാട്ടുന്നതിനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനും പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ നാളെയും മറ്റന്നാളുമായി ഈ പ്രതിനിധി സംഘം സന്ദർശിക്കും. BJPയോടുള്ള വിയോജിപ്പ് നിലനിർത്തി യാത്രയുടെ ഭാഗമാകുന്നുവെന്നാണ് ജോൺ ബ്രിട്ടാസ് MP 24 പറഞ്ഞത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടുക, ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുക എന്നിവയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, സഞ്ജയ് കുമാർ ഷാ, കനിമൊഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളുടേതാണ് ആദ്യഘട്ട പര്യടനം. UAE, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘം സന്ദർശിക്കും. BJPയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിയാണ് സംഘത്തിന്റെ ഭാഗമായതെന്ന് പ്രതിനിധി സംഘത്തിൽ അംഗമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവാക്കാകും. വിദേശ നയതന്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഡോക്ടർ ശശി തരൂരെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മറുപടി. വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനീത PG, 24, ഡൽഹി. യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തൽ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാന് കൈമാറിയെന്നാണ് തെളിവ്. ബ്ലാക്ക് ഔട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും കണ്ടെത്തലുണ്ടായി. ജ്യോതിക്ക് ദുബായിൽ നിന്ന് പണം ലഭിച്ചതിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങി. ഇത്രയും വലിയ ചാരപ്പണിയാണ് ഈ പെൺകുട്ടി ചെയ്തത്, പെൺകുട്ടിയല്ല സ്ത്രീ ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന്റെ നിർണായക തെളിവുകൾ പോലീസിനും NIAയ്ക്കും ലഭിച്ചു. വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ജ്യോതി പാക് ചാരന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ അലി ഹസനുമായുള്ള
ജ്യോതിയുടെ വാട്സപ്പ് ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചും രാജ്യത്ത് ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയ സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ജ്യോതി പാകിസ്ഥാന് ചോർത്തി നൽകിയിട്ടുണ്ട്. രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ജ്യോതിയുടെ 4 ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്നിൽ ദുബായിൽ നിന്നും പണം വന്നതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. 3 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ജ്യോതി സമ്മതിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് സന്ദർശിക്കാനും ജ്യോതി പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശ് വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. 24 ഡൽഹി. ഒരു യൂട്യൂബറാണ് ഇത്ര വലിയ അപകടം നമ്മുടെ രാജ്യത്തിന് ചെയ്തത്. ഡൽഹിയിൽ അതിശക്തമായ കാറ്റും മഴയും ശക്തമായ ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. അച്യുതൻ, എങ്ങനെയായിരുന്നു? കൂടുതൽ ഇപ്പോഴും മഴ പെയ്യുകയാണോ? കാറ്റും SKN പൊതുവെ ഈ ചൂടുകാലത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹിയിൽ ഈ പൊടിക്കാറ്റ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് ഈ പൊടിക്കാറ്റാണ് ഏറെ നേരം നിന്നത്. അതിനുശേഷം കാലാവസ്ഥ വേഗം മാറുകയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മഴയും ഇടിമിന്നലാണ് ശക്തമായി തുടരുന്നത്. ഒപ്പം തന്നെ കാറ്റും അതിശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തേക്ക് അത്തരത്തിൽ ആലിപ്പഴ വീഴ്ച ഇങ്ങനെ നിലനിന്നിരുന്നു. ശക്തമായ മഴയാണ് ഡൽഹിയിലെ പലയിടങ്ങളിൽ. പെട്ടെന്ന് കാലാവസ്ഥ മാറ്റമുണ്ടാവുകയും ശക്തമായ മഴ അനുഭവപ്പെടുകയും ചെയ്തു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിശക്തമായ ഇടിമിന്നൽ ഈ ഡൽഹിയിലാകെയുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹരിയാനയിലും ശക്തമായ മഴ പലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലയിടത്തും ഈ മരങ്ങളുടെ കൊണ്ടകൾ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ 1 മണിക്കൂറിലായി ഈ കാറ്റും അതുപോലെ തന്നെ മഴയും ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. ഇടിമിന്നലും ശക്തമായി തന്നെ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ കാറ്റ് നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായ കാറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സാധാരണ ഈ പൊടിക്കാറ്റ് ഈ ചൂടുകാലത്ത് സാധാരണഗതിയിൽ ഉണ്ടാകാറാണ് പതിവ്. SKN അത്തരത്തിലുള്ള പൊടിക്കാറ്റുകൾ ഉണ്ടാകും. ആ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഈ മൺതരികൾ ആണ് നമുക്ക് ഈ കാറ്റിലൂടെ എത്തുന്നത്. എന്നാൽ ഇന്ന് അത് അത്തരത്തിൽ ഒരു പൊടിക്കാറ്റാണ്. പിന്നീട് അത് വേഗത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ട് അതിശക്തമായ മഴയും അതിനോടൊപ്പം ഇടിമിന്നലും ഒപ്പം ആലിപ്പഴ വീഴ്ച ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. SKN. താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ എല്ലാ ജാഗ്രതകളും എടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയൂ. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണ് ഇടിഞ്ഞു വീണതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമായി. NHAയും നാട്ടുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം വന്നത്. നഷ്ടപരിഹാരം നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കും. ഈ മാസം 27-ാം തീയതിക്കകം നടപടികൾ പൂർത്തീകരിക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയതായി തളിപ്പറമ്പ് RDO അറിയിച്ചു. ഈ നാശനഷ്ടങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലം അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. അപ്പം അതിനു മുമ്പായി ഈ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വീടുകളിൽ കയറാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനം ഉടനെ ഒരുക്കും. 27/5/2025 മുമ്പേ ഒരുക്കും. അപ്പോൾ അതിന് നാളെ ഈ നമ്മുടെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി, പിന്നെ NHAയുടെ ഭാഗത്തുനിന്നൊരു എഞ്ചിനീയർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ, അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഒരു സംയുക്ത പരിശോധന നാളെ നടത്തി ഈ നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് താൽക്കാലികമായി ശക്തിപ്പെടുത്താനുള്ള സംവിധാനം ഉടനെ ചെയ്യും. വീടുകളിൽ ഉണ്ടായ നാശനഷ്ടമാണ്. അത് നാളെ തന്നെ പരിശോധിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ശരിക്കും നാട്ടുകാരുടെ പരാതിക്ക് പരിഹാരമായി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? SKN 9 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധമാണ് കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ അരങ്ങേറിയത്. നാട്ടുകാർ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിച്ചു. അതിൽ ഒടുവിൽ ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരും അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് RDO, ജില്ലാ കളക്ടറുടെ ചുമതലപ്പെടുത്തിയ തളിപ്പറമ്പ് RDO ഉൾപ്പെടെ അവിടെ എത്തി ഈ നാട്ടുകാരുമായി ചർച്ച നടത്തി. അവർ ഉന്നയിച്ചിട്ടുള്ള ആശങ്ക അത് ശരിയാണ് എന്നവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. വലിയ രീതിയിൽ വീടുകളിലേക്ക് ഈ മണ്ണ് കുത്തിയൊലിച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ രാത്രിയിൽ പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് നേരിട്ട് ഈ തളിപ്പറമ്പ് RDOയും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ വിദഗ്ധ സംഘവും നേരിട്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം അവരോട് ഏകദേശം ഒരു 30 മിനിറ്റ് ചർച്ച നടത്തി. അതേ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കകം
ഈ ചെളിയും അതോടൊപ്പം തന്നെ വെള്ളവും ഈ വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ, അതായത് ദേശീയപാതയുടെ മറുവശത്ത് നിന്ന് വ്യാപകമായി ഈ മണ്ണിടിഞ്ഞ് താഴോട്ട് വീണിരുന്നു. ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തെങ്കിലും നിർമ്മാണത്തിലെ അപാകതയാണോ? സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണങ്ങൾ നടന്നത് എന്നുൾപ്പെടെ പഠിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം നാളെ തന്നെ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുള്ള ഈ തളിപ്പറമ്പ് RDOയുടെയും വാക്കുകൾ വിശ്വസിച്ചിപ്പോൾ ഈ താൽക്കാലികമായി നാട്ടുകാർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. അതിനിടെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവിടെ മണ്ണിടിച്ചിലുണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് 2 തവണ വലിയ ഭാഗം കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ ആ ഭാഗത്ത് വലിയ ഭാഗം താഴേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഈ നിർമ്മാണം നടത്തിയതെന്നുൾപ്പെടെയുള്ള പരിശോധനകൾ എന്തായാലും വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അത് നടത്തുമെന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ വാക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ അവിടെ കൂടുതൽ ദുരിതമുണ്ടാകും. അതിനു മുമ്പ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണം, അത് പരിഹരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ അവസാന നിമിഷവും ആവശ്യപ്പെട്ടത്. അത് നടത്തും എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു അരുൺ ബൊപ്പറമ്പ. AV ജയശങ്കർ ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. തിരുവല്ലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു യുവാവിന് പരിക്കേറ്റു. കുറ്റപ്പുഴ ചുമത്ര സ്വദേശി ആൽവിൻ സാമുവലാണ് പരിക്കേറ്റത്. 20 വയസ്സ് പ്രായമുള്ള ഒരു യങ് എനർജറ്റിക് പയ്യൻസാണ്. മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ ഇന്ന് വൈകുന്നേരം 7 മണിയോടെയാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ആൽവിനെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആൽവിൻ്റെ പരിക്ക് ആശ്വാസം, ഗുരുതരമല്ല. കാറിൻ്റെ മുൻവശവും ബൈക്കും അപകടത്തിൽ പൂർണ്ണമായി തകർന്നുപോയെന്നും AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മഴ സമയത്തൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഈ കാറിലൊക്കെ ഇരുന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷിച്ച് ഓടിക്കണം. കാര്യം തെന്നിത്തെറിച്ച് കിടക്കുന്ന റോഡാണ് എന്ന് മറന്നു പോകരുത്. ഷീല ജനാർദ്ദൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. എന്തായാലും SKN പ്രേക്ഷകർക്ക് 8ൻ്റെ പണിയാണ് കൊടുത്തത്. കിരീടത്തിൻ്റെ അവകാശത്തിനുള്ള മത്സരം ഇപ്പോൾ ആർക്കും ഉറക്കമില്ല. രാത്രിയും പകലും ഇരുന്ന് കിരീടത്തിന് വേണ്ടിയുള്ള ഐഡിയ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ 1, 2, 3 3 പേർക്ക് സമ്മാന പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കും. വെറുതെ കിരീടമല്ല, ആ കിരീടത്തിനകത്ത് എന്തെങ്കിലും ഒരു ഭാരം നമ്മൾ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ഇന്ന് രാത്രിയോടെ ഉണ്ടാകും. മിക്കവാറും നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഈ ദേശീയപാതയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ വരുന്ന സമയത്ത് കേരളത്തിൽ ഉയർന്നു കേട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ലക്ഷ്മി ചേട്ടത്തിക്ക് ആടിനെ കെട്ടാൻ പറ്റത്തില്ല, ഇത് കേരളം പിളർന്ന് ഈ എക്സ്പ്രസ് ഹൈവേ പോകും അന്നൊക്കെ ശരിക്കും അതൊക്കെ വലിയ മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞൊരു മാധ്യമപ്രവർത്തകർ ഒരാളാണ് ഞാനും. പക്ഷേ എന്നാൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ നമ്മുടെ പുതുതായി കിട്ടുന്ന ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ചില സ്ഥലങ്ങളിൽ കേരളം 2ആയി പകുത്ത് തന്നെ പോകുന്നത്. ഇത് നമ്മൾ ദുബായിലും അബുദാബിയിലൊക്കെ എക്സ്പ്രസ് ഹൈവേ കണ്ടിട്ടുണ്ട്, സിംഗപ്പൂരിലെ എക്സ്പ്രസ് ഹൈവേ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ പൊക്കിയിട്ടില്ല. കാരണം ഇപ്പോൾ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടത്തി കാണണമെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ യാത്ര ചെയ്ത് യു ടേൺ അടിച്ച് വരേണ്ട അവസ്ഥയാണ്. ഈ റോഡിൻ്റെ ഡിസൈൻ ഇങ്ങനെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. കേരളം പോലെ ഒരു ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ഡിസൈൻ ആയിരുന്നു ആശ്വാസകരം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ ലേറ്റായി. ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമയം ആവശ്യമാണെന്നും സംഘാംഗം ഡോക്ടർ ജിമ്മി തോമസ് പറഞ്ഞു. കൂരിയാട് നിന്ന് 5 കിലോമീറ്റർ അകലെ മമ്മാലിപ്പടിയിലും ഇന്ന് വിള്ളൽ കണ്ടെത്തി. ജനങ്ങൾക്ക് ഇത്തിരി ഭീതിയുണ്ട്. ഡോക്ടർ അനിൽ ദീക്ഷിത്, ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് കൂരിയാടെത്തി പരിശോധന നടത്തിയത്. തകർന്ന പ്രധാന പാതയും സർവീസ് റോഡും പരിശോധിച്ചു, ദൃശ്യങ്ങൾ പകർത്തി. ഫൗണ്ടേഷനും മണ്ണുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡോക്ടർ ജിമ്മി തോമസ്. ഇതിന്റെ കാരണം ഞങ്ങൾ പഠിച്ചിട്ടേ പറയുള്ളൂ. കാര്യം ഇന്ന് ജസ്റ്റ് സൈറ്റ് കണ്ടു, പിന്നെ ഇതിന്റെ ഡിസൈൻ റിപ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ എന്തെങ്കിലും ഇതുണ്ടോന്നുള്ളത് നമ്മൾ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അതിനിടെ ഇന്ന് മമ്മാലിപ്പടിയിലും വിള്ളൽ കണ്ടെത്തി. അശാസ്ത്രീയ നിർമ്മാണം ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ ഓഫീസ് ഉപരോധിച്ചു. ഓഫീസിലെ ഫർണിച്ചർ ഉൾപ്പെടെ പ്രവർത്തകർ അടിച്ച് തകർത്തു. സംസ്ഥാന
സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെ 12 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിനിടെ പോലീസിനും പരിക്കേറ്റു. 24 തിരൂർ. നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ് നിതിൻ ഗഡ്കരി. പറയുന്നത് പ്രവർത്തിക്കുന്ന അദ്ദേഹം പറയൂ. ET മുഹമ്മദ് ബഷീർ MPയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിഷയം മന്ത്രി ഗൗരവമായി എടുത്തതിൽ സന്തോഷമുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ MP 24 പറഞ്ഞു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമെന്ന് PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കരാറുകാരനെ വിലക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഈ കരാറുകാരന് എടുത്ത കരാറിന് തന്നെ ഡിബാർ ചെയ്യുന്ന അടക്കം ബാങ്ക് ഗ്യാരണ്ടി അടക്കം അതിൽ പിന്നെ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നിത്യാദി കാര്യങ്ങൾ വളരെ അതിൻ്റെ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇന്ത്യ ഗവൺമെന്റ് കാര്യത്തെ ഗൗരവമായിട്ട് കാണുന്നു. ഞാൻ കൊടുത്ത നിവേദനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി സംസാരിച്ചു. അന്വേഷണത്തിനായി IIT വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കും. വളരെ ഗൗരവമായിട്ടാണ് മിനിസ്റ്റർ ഇതിനെ കണ്ടത്. മിനിസ്റ്റർ പറഞ്ഞ എക്സ്പെർട്ട് കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. എക്സ്പെർട്ട് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. IIT വിദഗ്ധന്മാരടക്കം ഉൾക്കൊള്ളുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ദേശീയപാത 66 കൂരിയാട് ഭാഗത്തുണ്ടായ അപാകത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ET മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കത്ത് നൽകിയിരുന്നു. വിനീത VG 24 ഡൽഹി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തലയിൽ മേൽപ്പാലത്തിൽ ഇന്ന് വിള്ളൽ കണ്ടു. 50 മീറ്ററോളം നീളത്തിൽ വിള്ളലുണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ തൃശൂർ ചാവക്കാട്ട് റോഡ് ഉപരോധിച്ചു. വേറെ പല സ്ഥലത്തും ഇങ്ങനെ NH-ൽ ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്തത് അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. UDF പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ചു. നിരുത്തരവാദിത്തമായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ സമയമായിട്ടും ഇവിടുത്തെ MLA-യോ കേന്ദ്രമന്ത്രിയായ MP-യോ ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം നൽകി. അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ. റാപ്പർ വേടനെതിരെ KP ശശികലയുടെ അധിക്ഷേപത്തിൽ പരാതി. DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി കൊടുത്തത്. വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമുണ്ടായി എന്നാണ് DYFIയുടെ പരാതിയിൽ പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ടെലിഫോണിൽ. ശ്രീജിത്ത്, KP ശശികല ടീച്ചറുടെ ഈ പ്രസംഗത്തിൽ അത്തരം അധിക്ഷേപ വചനങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും SKN, ഇത് പട്ടികജാതിക്കാരുടെ സംഗീതമല്ല, പട്ടികജാതിക്കാർക്ക് മറ്റു സംഗീതമുണ്ട് എന്ന തരത്തിലായിരുന്നു KP ശശികലയുടെ ഒരു പരാമർശം ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ പാലക്കാട് കളക്ടറേറ്റിന് മുൻപിൽ വെച്ച് അവർ നടത്തിയത്. അപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം അത് വാർത്തയായി നൽകി. ഇതോടെയാണ് DYFI ജില്ലാ കമ്മിറ്റി ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. DYFI ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ നേരിട്ട് തന്നെയാണ് ഈ പരാതി പാലക്കാട് സൗത്ത് CIക്ക് നൽകിയിരിക്കുന്നത്. പട്ടികജാതിക്കാരെ അപമാനിക്കുകയാണ്, പട്ടികജാതിക്കാരുടെ സംഗീതം എന്ന തരത്തിൽ
പട്ടികജാതിക്കാർക്ക് മാത്രം ഒരു സംഗീതമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ അധിക്ഷേപ പരാമർശമാണ് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് SP-ക്കും പരാതി നൽകാനാണ് ഡിവൈഎഫ്ഐയുടെ ഒരു തീരുമാനം. എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അല്പസമയം മുൻപാണ് ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും തീർത്തും ജാതീയമായ അധിക്ഷേപമാണ് ആ പരാമർശത്തിലുള്ളത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത്. പരാതിയിൽ കേസെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും. SK. സൈബർ തട്ടിപ്പ് തടഞ്ഞ ഫെഡറൽ ബാങ്ക് വീട്ടമ്മയെ തട്ടിപ്പിൽ കുടുക്കാൻ ശ്രമിച്ചത് FX റോഡ് എന്ന ഓൺലൈൻ ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ബാങ്ക് അധികൃതർ സൈബർ പോലീസിനെ വിവരമറിയിച്ച് നടത്തിയ ഇടപെടലിൽ വീട്ടമ്മയെ സംരക്ഷിക്കാൻ കഴിഞ്ഞ ചെറിയ കാര്യമല്ല. 16 ലക്ഷം രൂപയാണ് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചത്. പന്തളം ബ്രാഞ്ചിൽ കഴിഞ്ഞ April 2 ഏകദേശം ഒരു 4 മണിയോടുകൂടി ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഫണ്ട് ട്രാൻസ്ഫറിനായിട്ട് വന്നു. ഒരു 16 lakhs ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഈ 16 lakhs എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പർപ്പസ് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലോട്ട് അയക്കാനാണെന്ന് പാർട്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രിയോറിറ്റി റിലേഷൻഷിപ്പ് മാനേജർ സംശയം തോന്നി പുള്ളിക്കാരിക്ക്. ഏത് പ്ലാറ്റ്ഫോം എന്ന് അന്വേഷിച്ചപ്പോൾ അവരൊരു പേര് പറഞ്ഞു. നമ്മൾ പാർട്ടിയെ പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. മാഡം ഇത് അന്വേഷിച്ചപ്പോൾ ഒരു നല്ല പ്ലാറ്റ്ഫോം അല്ല, നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ കൺവിൻസ് ആയില്ല. അവർ അഡമൻ്റായിട്ട് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. 16 lakhോളം ഒരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോകാൻ നമ്മൾ രക്ഷപ്പെടുത്തി. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ബാക്കി വിവരങ്ങൾ നൽകും. അഭിനന്ദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, യഥാർത്ഥത്തിൽ ഈ ബാങ്ക് ഇത് അപകടം പിടിച്ചൊരു ഓൺലൈനാണ് അല്ലെങ്കിൽ ആപ്പാണ് എന്ന് പറയുമ്പോഴും ഇല്ല ഞാൻ ട്രാൻസ്ഫർ ചെയ്തേ പോകും, എൻ്റെ പൈസ പോക്കിയേ അടങ്ങൂ എന്ന് പറയുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടോ? പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു വീട്ടമ്മയാണ് 16 ലക്ഷം രൂപ അടിയന്തരമായി ട്രാൻസ്ഫർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫെഡറൽ ബാങ്കിന്റെ പന്തളം ബ്രാഞ്ചിനെ സമീപിക്കുന്നത്. 16 ലക്ഷം രൂപ ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നായിരുന്നു ആദ്യം ഈ ബാങ്ക് ഉദ്യോഗസ്ഥയോട് ആവശ്യപ്പെട്ടത്. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എന്തോ പന്തികേട് തോന്നി വീണ്ടും വീട്ടമ്മയുടെ വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് താൻ 20 ലക്ഷം രൂപ നേരത്തെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, 16 ലക്ഷം രൂപയും കൂടെ ട്രാൻസ്ഫർ ചെയ്താൽ 36 ലക്ഷമാകും, അങ്ങനെ 72 ലക്ഷം രൂപ തനിക്ക് ലഭിക്കുമെന്നായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. ഇത്തരത്തിലേക്ക് ഒരിക്കലും 16 ലക്ഷം രൂപ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, അതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിന്നീടാണ് ഈ ഓൺലൈൻ ആപ്പിനെ പറ്റി കൃത്യമായി പഠിക്കുവാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത്. അങ്ങനെ FX റോഡ് എന്ന ആപ്പിലൂടെയാണ് താൻ പണം ട്രാൻസ്ഫർ ചെയ്തെന്ന് വീട്ടമ്മ ബാങ്ക് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് ഈ FX റോഡ് എന്ന ആപ്പിനെ പറ്റി ഈ വീട്ടമ്മ അറിഞ്ഞത്. പിന്നീട് FX റോഡിനെ പറ്റി ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ ഗൂഗിളിൽ സെർച്ച് നടത്തി ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് വലിയ കൊടും ചതി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലേക്ക് നേരത്തെയും ഈ FX റോഡിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വീട്ടമ്മയോട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സാഹചര്യമാണ് വീട്ടമ്മ ഉണ്ടായത്. പിന്നീട് പത്തനംതിട്ട സൈബർ പോലീസിനെ ബാങ്ക് ഉദ്യോഗസ്ഥർ വിവരമറിച്ചതിനെ തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരും സൈബർ പോലീസും നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലാണ് പിന്നീട് വീട്ടമ്മയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടത്. അങ്ങനെയാണ് 16 ലക്ഷം രൂപ അവർക്ക് നഷ്ടപ്പെടാതെ തിരിച്ച് ലഭിക്കാനായത്. അങ്ങനെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, സൈബർ പോലീസിന്റെ ഇടപെടൽ വലിയ തട്ടിപ്പിൽ നിന്നാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്താനായത്. SK. ഡൽഹിയിൽ നിന്ന് R. അച്യുതൻ ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്നു. ഡൽഹിയിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ഇത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നാണ് അച്യുതൻ പറയുന്നത്. ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള വിമാനങ്ങൾ പുറപ്പെടാനും വൈകുന്നു. എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ തന്നെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു എന്നാണ് കാര്യം. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ഇത് ബാധിച്ചുവെന്നും R. അച്യുതൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാരണം ഡൽഹിയിൽ അതിശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറത്തെ കടുവയ്ക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്തെ ക്യാമറകൾ നിരീക്ഷിച്ച നാളെ കൂടുകൾ സ്ഥാപിക്കും. ദൗത്യത്തിനിടെ എസ്റ്റേറ്റിൽ വീണ് നിലമ്പൂർ സൗത്ത് DFO G. ധനിക് ലാലിന് പരിക്കേറ്റു. ബിപിൻ C. വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ വിശദമായി നൽകും. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ബിപിൻ, പറയൂ. താങ്ക് യു SK. ഇതിപ്പോൾ കരുവാരുകുണ്ടിലെ മദാരി എസ്റ്റേറ്റിന് സമീപമുള്ള എസ് വളവിൽ വെച്ചാണ് ഇന്നിപ്പോൾ കടുവയെ കണ്ടിരിക്കുന്നത്. 4 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ആ പ്രദേശവാസികളും ഒപ്പം തന്നെ 4 RRT ടീം, വനംവകുപ്പിന്റെ RRT ടീമും ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ സമയത്താണ് കടുവയെ കണ്ടിരിക്കുന്നത്. ഇത് ഒരു 7 ദിവസം മുൻപ് അടയ്ക്കാക്കുണ്ടിൽ ഇറങ്ങിയിട്ടുള്ള നരഭോജി കടുവ തന്നെയാണ് എന്നുള്ളതാണ് നിഗമനം. ഈ കടുവ ആ പ്രദേശത്ത് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് മിന്നിമറഞ്ഞു പോവുകയല്ല ഉണ്ടായത്.
അങ്ങനെ കണ്ടതിന് ശേഷം പിന്നീട് അത് വനത്തിൻ്റെ ആ മേഖലയിലേക്ക് കയറി പോവുകയായിരുന്നു. ആ പ്രദേശത്തൊക്കെ ഈ 4 മണിക്ക് ശേഷം തന്നെ ഏകദേശം 60ഓളം വരുന്ന RRT സംഘങ്ങൾ അരിച്ചു പെറുക്കുക തന്നെയായിരുന്നു. DFOയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഒരു തിരച്ചിൽ നടത്തിയത്. ഒപ്പം തന്നെ വെടിവെക്കുന്നതിന് വേണ്ടി മയക്കുവെടി വെക്കുന്നതിന് സംഘവും ആ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ആ പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു തിരച്ചിൽ നടത്താനാണ് നീക്കം. ഒപ്പം തന്നെ അവിടെ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30ഓളം ക്യാമറകളാണ് ഇപ്പോൾ ഈ കരുവാരുകുണ്ട് പ്രദേശത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുവയെ കണ്ടെത്തി എന്നുണ്ടെങ്കിൽ പോലും അതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു വെല്ലുവിളി. ആ പ്രദേശത്ത് കൃത്യമായി സ്പോട്ട് ചെയ്താൽ അതിനെ ഒന്നില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുക അല്ലെങ്കിൽ കൂട് വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. നാളെ ക്യാമറയിൽ ഇതിന്റെ ദൃശ്യം പതിയുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂട് വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം. നിലവിൽ അടയ്ക്കാക്കുണ്ട് പ്രദേശത്ത്, അതായത് ആ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ പ്രദേശത്തടക്കം 3 സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 7 ദിവസമായിട്ടും ഈ നരഭോജി കടുവ ഈ കൂട്ടിലേക്ക് കയറിയിട്ടില്ല. ഒപ്പം തന്നെ അവിടുത്തെ ക്യാമറകൾ ഏകദേശം 50ഓളം ക്യാമറകൾ വിവിധ പ്രദേശങ്ങളിലൊക്കെ ആയി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ മാത്രമാണ് അതിൻ്റെ ചിത്രം പതിഞ്ഞിരിക്കുന്നത്. പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ കാൽപ്പാടുകളും പതിയുന്നുണ്ട്. അപ്പോൾ പിടികൂടിയിട്ട് മാത്രമേ ഇതിൽ നിന്ന് പിന്തിരിയൂ എന്നുള്ള ഒരു ഉത്തമ ദൗത്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ DFOയുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധനയടക്കം നടക്കുകയാണ്. ഒപ്പം ചെങ്കുത്തായ ഒരു പ്രദേശത്തായിരുന്നു ഇന്നത്തെ തിരച്ചിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ വീണ് ഇപ്പോൾ DFO ധനിക്ലാലിനെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. SK നാളെയും ഈ ദൗത്യം തുടരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ഈ പന്തളത്ത് ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ബാങ്കിലെ ജീവനക്കാർ ഇടപെട്ടല്ലോ ഈ അമ്മയുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടി. അർജു പറയുകയാണ്, വലിയ തുക അവരുടെ ബാങ്കിൽ നിന്ന് ഡിപ്പോസിറ്റ് മാറുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവർ ഇടപെട്ടത്. ചെറിയ തുകയായിരുന്നെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. അർജു അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ അത്രയും നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല. ഒരു ബാങ്കും ഒരു അംഗീകാരമുള്ള ഒരു ബാങ്കും ഒരിക്കലും ഇത്തരം തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കില്ല. അത് തുക ചെറുതോ വലുതോ എന്നുള്ളതല്ല. ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഇടപെടുക തന്നെ ചെയ്യും. അതവരുടെ ധാർമ്മിക ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കി ഇല്ല ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, കബനിഗിരി, മരക്കടവ് പ്രദേശം പുലി സാന്നിധ്യം കണ്ടു. വൈൽഡ് ലൈഫ് വാർഡന്റെ ബത്തേരിയിലെ ഓഫീസിന് മുന്നിലായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം. CPIM UDF പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഫോറസ്റ്റ് ഓഫീസിനോട് തൊട്ടടുത്താണ് ഈ പുലി ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഈ ആശങ്ക അകറ്റുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, അവരുടെ വളർത്തുമൃഗങ്ങൾ സംരക്ഷിക്കുക. പുലി 4 തവണ എത്തിയ കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടുവളപ്പിലാണ് കൂട് വെച്ചത്. കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പോൾ മാത്യൂസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വയനാട്, പുൽപ്പള്ളി, കബനിഗിരി, മരക്കടവ് പ്രദേശങ്ങളിലും പുലി സാന്നിധ്യമുണ്ട്. വനം വകുപ്പ് പ്രദേശത്ത് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പട്ടിക്കാരൻ ശബ്ദം കേട്ടൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തുനിന്ന് ലൈറ്റ് ഇട്ടതും പുലി ഓടുന്നു കൊണ്ടുപോയി. അപ്പം പട്ടിയുടെ കരച്ചിൽ കേട്ടോണ്ടാണ് ഇറങ്ങി വന്നിട്ട് 1 സെക്കൻഡ് മാറിയാലേ കൊന്നേനെ. 24 വയനാട്, മലപ്പുറം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജു ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. 2026 മാർച്ചിനകം നക്സലിസം പൂർണ്ണമായും മോദി സർക്കാർ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബുജംത് വനമേഖലയിലാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടിയത്. അന്വേഷണ ഏജൻസി തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവ് നംഭാല കേശവറാവു എന്ന ബസവരാജ് ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായാണ് റിപ്പോർട്ടുകൾ. മാവോയിസ്റ്റ് നേതാക്കളടക്കം വനമേഖലയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാ സേന തെരച്ചിൽ നടത്തിയത്. നക്സലിസത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ 3 പതിറ്റാണ്ടിനിപ്പുറം ഇതാദ്യമായാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള നേതാവിനെ വധിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നക്സൽ വിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗമായി ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനോടകം 54 മാവോയിസ്റ്റുകളാണ് അറസ്റ്റിലായത്. 84 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. 24 ഡൽഹി. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചെന്ന വാർത്ത മന്ത്രി MB രാജേഷ് നിഷേധിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും വാർത്ത അടിസ്ഥാനരഹിതമെന്നും MB രാജേഷ്. എന്നാൽ വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് മന്ത്രിയുടെ പ്രതികരണം. വാർത്ത നിഷേധിക്കാൻ ഭരണതലത്തിൽ നിന്ന് മന്ത്രിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നതായും സൂചന വരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തലസ്ഥാന നഗരത്തിൽ നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് ഏകപക്ഷീയമായി ഏറ്റെടുത്തതാണ് മന്ത്രിസഭയിൽ അതൃപ്തി പടരാൻ കാരണം.
തദ്ദേശ വകുപ്പിന് കീഴിലുള്ള പദ്ധതി മരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് സ്വന്തം പരിപാടിയാക്കി മാറ്റിയിരുന്നു. ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും മന്ത്രി എം ബി രാജേഷ് പരിപാടിയിൽ പങ്കെടുത്തില്ല. ഉദ്ഘാടകനായ മുഖ്യമന്ത്രിയും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് വിട്ടുനിന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് മന്ത്രി എം ബി രാജേഷിന്റെ പരാതി പരിഗണിച്ചാണെന്നായിരുന്നു പുറത്തുവന്ന സൂചന. എന്നാൽ എം ബി രാജേഷ് ഇത് പാടെ തള്ളുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിക്കൊപ്പം ഞാൻ പങ്കെടുക്കുകയായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം സംബന്ധിച്ച യോഗം നീണ്ടുപോയതുകൊണ്ടാണ് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ യോഗം 5:30 പൂർത്തിയായിരുന്നു. ഇതിന് മന്ത്രിയിൽ നിന്ന് കൃത്യമായ മറുപടിയില്ല. 5 മണിക്കാ യോഗം കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരോ? ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. 5 മണിക്കാ യോഗം തീർന്നില്ലല്ലോ. 6 മണിവരെ യോഗം നീണ്ടുപോയില്ലേ? ആ യോഗത്തിൽ പങ്കെടുത്ത ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം മരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതിൽ മന്ത്രി എം ബി രാജേഷ് എതിർപ്പറിയിച്ചെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധക്കുറിപ്പിറക്കിയിരുന്നു. എന്നാൽ വാർത്ത പുറത്തുവന്ന് 8 മണിക്കൂറോളം കഴിഞ്ഞാണ് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചത്. മന്ത്രിയുടെ പ്രതികരണം വൈകുന്നതിൽ ഭരണതലത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് വൈകുന്നേരം 7 മണിയോടെ പ്രതികരിച്ചതെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ആലുവയിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇതിന്റെ ഞെട്ടൽ നിന്ന് ഈ നാട് ഇനി മുക്തമായിട്ടില്ല. കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഭർത്തൃ വീട്ടുകാർ വേദനിക്കാൻ വേണ്ടിയാണെന്നാണ് ഈ കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ മൊഴി. ആണുങ്ങൾ കൂടുതലുള്ള ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാവരും കുട്ടിയെ സ്നേഹിക്കുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പ്രതി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് മകളെ കൊലപ്പെടുത്തിയത് ഭർത്തൃ വീട്ടുകാർ വേദനിക്കാനാണെന്ന് മാതാവ് സന്ധ്യ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഭർത്താവ് സുഭാഷിന്റെ വീട്ടിൽ കൂടുതലും ആണുങ്ങളാണുള്ളതെന്നും കല്യാണി ജനിച്ച ശേഷം എല്ലാവർക്കും കുഞ്ഞിനോട് സ്നേഹമുണ്ടായത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും സന്ധ്യ മൊഴി നൽകി. മകളില്ലാതായാൽ ഭർത്തൃ കുടുംബം വിഷമിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും. അതിനു മുൻപ് സന്ധ്യയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. വിഷം തന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന മൂത്ത മകന്റെ വെളിപ്പെടുത്തലിലും പോലീസ് അന്വേഷണമുണ്ടാകും. ഭർത്താവിന്റെ അമ്മയടക്കം മകളെ സ്നേഹിച്ചത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും പ്രതി പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് സന്ധ്യ 1 ലക്ഷം രൂപ വാങ്ങിയത് തനിക്ക് വേണ്ടിയല്ല എന്ന് ഭർത്താവ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞതും സന്ധ്യയുടെ വൈരാഗ്യം കൂട്ടിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തി. യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി അറസ്റ്റിലാകുന്നതിന് മുൻപും അറസ്റ്റിലായതിനു ശേഷവും പ്രതികരിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാക്കനാട് വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ജയിലിലെത്തിയ ശേഷവും സുഖമായി കിടന്ന് ഉറങ്ങുന്നതാണ് പ്രധാന ജോലിയെന്നും ജയിൽ അധികൃതരും പറയുന്നു. നാല് വയസ്സുകാരിയായ മകളെ പുഴയിലെറിഞ്ഞുവെന്ന കേസിൽ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങും മുമ്പ് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന മൂത്ത കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. റജിന പറയുന്നു അർജു സാറിൻ്റെ ബന്ധുവല്ലോ ആണോ, എപ്പോഴും കമൻറ്റ് വായിക്കുന്നു, ഞാനതുകൊണ്ട് 24 ബഹിഷ്കരിക്കുകയാണ്. അയ്യയ്യേ ഇങ്ങനെയൊന്നും പറഞ്ഞുള്ളത് കേട്ടോ. എന്നെ അർജു ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, നല്ല പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് എന്ന് മാത്രം അറിയാം. ഇനി ഇന്നത്തെ പകലിൽ വന്ന മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കണം. നമ്മുടെ വാർത്താ പകൽ. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കോഴക്കേസിൽ മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ്. കൈക്കൂലിയായി വാങ്ങിയ പണം മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയോ എന്ന് പരിശോധന. കളമശ്ശേരി സ്ഫോടനക്കേസിൽ കേരള പോലീസിനെ സഹായിക്കാൻ ഇന്റർപോൾ. പ്രതി ഡൊമിനിക് പാട്ടന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു. കേസ് രേഖകൾ ഇന്റർപോളിന് കൈമാറി.
കോഴിക്കോട് ഷഹബാസ് വധക്കേസ് പ്രതികളുടെ SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. നടപടി ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിൽ തടസ്സമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അമേരിക്കയ്ക്ക് പിന്നാലെ സിറിയയ്ക്ക് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും സിറിയയുടെ പുനർനിർമ്മാണത്തിനും സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്കൂൾ ബസിന് നേരെ ചാവേർ ആക്രമണം, 4 കുട്ടികൾ കൊല്ലപ്പെട്ടു. 30-ലേറെ കുട്ടികൾക്ക് ഗുരുതരമായി പരുക്കേറ്റു. കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന് ബുക്കർ പുരസ്കാരം. ദീപഭഷ്മി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് അംഗീകാരം. ഇന്ത്യയിൽ നിന്ന് ബുക്കർ പുരസ്കാരം നേടുന്ന 4ാമത്തെ എഴുത്തുകാരി. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. 4 ദിവസമായിട്ടും അന്നൂസ് റോഷനെ കണ്ടെത്താനാകാതെ പോലീസ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.